ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു പോകുന്ന ചില പാപ സ്വഭാവങ്ങൾ, പെട്ടെന്നുള്ള കോപം, ചില ഇഷ്ടക്കേടുകൾ, എപ്പോഴും മരിക്കണമെന്നുള്ള ആഗ്രഹം, ഈ സ്വഭാവങ്ങളൊക്കെ ദൈവാനുഗ്രഹങ്ങളെ കെടുത്തിക്കളയുന്നതാണ്. ദൈവാനുഗ്രഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമൊന്നുമല്ല, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. പ്രവാചകനായ യോനയുടെ പുസ്തകം 4-ാം അധ്യായം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: യോനയുടെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ചില സങ്കടങ്ങൾ നൽകി. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ 3 യോനയുടെ സ്വഭാവങ്ങൾ: 1 കോപം, 2 എപ്പോഴും മരിക്കണമെന്നുള്ള ചിന്ത, 3 ചില അനിഷ്ടങ്ങൾ. ഈ സ്വഭാവങ്ങളെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ദൈവം ശ്രമിച്ചു. പക്ഷെ ദൈവം കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ആ ദൈവശബ്ദത്തോട് പ്രതികരിക്കാതെ, ദൈവത്തെ മനസ്സിലാക്കാതെ, ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതെ മുൻപോട്ട് പോയതുകൊണ്ട് പിന്നീട് 5-ാമത് ഒരധ്യായം ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. അദ്ദേഹം എവിടെയാണെന്നോ, അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്തായിരുന്നെന്നോ, മുൻപോട്ടുള്ള ശുശ്രൂഷ എന്തായിരുന്നെന്നോ ഒന്നും നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഇന്ന് ആ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ആത്മിക ചിന്തകൾ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവ് തന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് പല സമയങ്ങളിലും ചില ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളെ തിരിച്ചു വരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. യോനയുടെ സംഭവം അങ്ങനെയാണ്. ഒത്തിരി ഒരുപാട് സന്ദേശങ്ങൾ ആ ഭാഗത്തു നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ എന്നെ, എൻ്റെ ഹൃദയത്തെ പിടിച്ചിരുത്തിയ, എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കിൽ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി സംസാരിച്ച ചില ഭാഗങ്ങൾ, ചില വേദനകളും ചില സങ്കടങ്ങളും ദൈവം അയക്കുന്നത് ദൈവം നമ്മളെ വെറുക്കുന്നത് കൊണ്ടല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മളൊന്ന് കറക്റ്റ് ആകാനായിട്ടുമാണ്. ലവോദിക്ക സഭയോട് പറയുകയാണ്: എനിക്ക് പ്രിയമുള്ളവരെ, ഞാൻ ശാസിക്കുന്നു, ഞാൻ ശിക്ഷിക്കുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നമ്മുടെ ചില സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ബൈബിൾ മുഴുവനും പറയുന്നത് അതാണ്, സ്വഭാവ രൂപീകരണമാണ്. പക്ഷെ പല പാപ സ്വഭാവങ്ങളും നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ തുടരും. ഈ മാനുഷികമായിട്ടുള്ള നിലയിൽ നമ്മളത് സാധാരണ സ്വഭാവമല്ലേ എന്നൊക്കെ കണ്ടതിനെ ന്യായീകരിക്കും. ഞാൻ ഏറ്റവും അധികം പ്രസംഗിക്കുന്നത് പാപത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമാണ്. ഈ ദൈവവചന സന്ദേശങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ്. കാരണം ദൈവം എന്നെ പഠിപ്പിച്ച വലിയൊരു സത്യമുണ്ട്. 2017 ശേഷം ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഇതിൻ്റെ അർത്ഥം അത്ര അപകടകരമായ കോപമൊന്നുമുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പറയത്തില്ലേ, ഇറിറ്റേറ്റഡായി ആരോടും മിണ്ടാതിരിക്കുക, വീട്ടിൽ മിണ്ടാതെ ഇരിക്കുക, എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനത്തെ ഒരു ശീലമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു സ്വഭാവത്തെ മാറ്റാനായിട്ട് ദൈവം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയതായിട്ട് എനിക്കറിയാം. പക്ഷെ ഞാനതിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റങ്ങളുണ്ടായി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ചില സമയങ്ങളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നേലേ പറ്റത്തുള്ളൂ. മാറുമോ? ചിലർ ചോദിക്കും, മാറുമോ? തീർച്ചയായിട്ടും മാറും. ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. പക്ഷേ നമുക്കുണ്ടാകേണ്ടുന്ന ചില തിരിച്ചറിവുകളുണ്ട്. ഈ തിരിച്ചറിവുകൾ, ഈ പാപ സ്വഭാവങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചില അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആ ഭാഗത്തിൻ്റെ കുറച്ചുകൂടെ ഒരു വിശദീകരണം നിങ്ങൾക്ക് തരാം. നിങ്ങൾ തന്നെ ആ ഭാഗം പഠിക്കുമ്പോൾ യോനയുടെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ചില സങ്കടങ്ങൾ നൽകുകയാണ്. ആ പട്ടണത്തിൻ്റെ തണലിൽ ഇരുന്നവൻ്റെ മുകളിൽ ആവണക്ക് മുളപ്പിക്കുന്നു, പിറ്റേ ദിവസം അത് ഇല്ലാതാക്കുന്നു, ഭയങ്കരമായിട്ടുള്ള അത്യുഷ്ണമുള്ള കാറ്റടിപ്പിക്കുന്നു. അപ്പം ഒരു സങ്കടം മാറ്റാൻ മറ്റു പല സങ്കടങ്ങളിലൂടെ കടത്തിവിടുമ്പോഴും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന പല സങ്കടങ്ങളും പല വേദനകളും അത് നമ്മളെ തകർക്കാനുള്ളതല്ലെന്നും അത് നമ്മളെ പണിയാനുള്ളതാണെന്നും നമ്മളെപ്പോൾ തിരിച്ചറിയുന്നുവോ അന്നേരം അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ ആദ്യത്തെ പടിയിലേക്ക് നമ്മൾ കടന്നുവെന്ന് നമ്മൾ നന്നായിട്ട്
നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ പാപ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടരുന്നിടത്തോളം കാലം ഒരിക്കലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷെ പല സമയങ്ങളിലും രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലാണ്, ദൈവസഭയിലാണ്, ദൈവത്തെ ഞാൻ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന, പാരമ്പര്യമായി ഞങ്ങൾ വിശ്വാസത്തിലാണെന്നൊക്കെ അവകാശപ്പെടുന്ന പലരും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം ജീവിതത്തിലെ തുടർന്നു പോകുന്ന പാപ സ്വഭാവങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്നോട് ഒരു 1.5 വർഷങ്ങൾ നിരന്തരമായി എൻ്റെ ജീവിതത്തിലെ ഞാൻ നിസാരമെന്ന് കരുതിയിരുന്ന ഒരുപാട് പാപങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തി തന്ന കുറച്ച് നാളുകളുണ്ട്. അന്ന് ആരും അറിയപ്പെടാതെ ഒരു സൈഡിൽ വേദനപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര വലിയ പാപിയാണോ കർത്താവേ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പം അന്ന് ദൈവം എന്നോട് അതിനെക്കുറിച്ച് ഒരു ഉത്തരവും പറഞ്ഞില്ല. അനേകം മാസങ്ങൾ കടന്നുപോയി. പക്ഷേ അതിൻ്റെ ഒടുവിൽ ഞാൻ വ്യക്തമായി കേട്ടൊരു ദൈവശബ്ദമുണ്ട്, ഞാൻ നിന്നെ ഈ പാപ സ്വഭാവങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുത്തി എൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ആക്കി തീർക്കുന്നതിൻ്റെ ഉദ്ദേശം നിന്നിലൂടെ അനേകർ പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് എൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് എൻ്റെ സന്നിധിയിലേക്ക് വരണം. ഇങ്ങനെ ഒരു ചിന്ത ദൈവം എനിക്ക് ഏറ്റവും ഒടുവിൽ തരുന്നത്. ഇന്ന് ഞാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവവചനം കേൾക്കുന്നിടത്തും അത് സഭാ വ്യത്യാസമന്യേ, ജാതി വ്യത്യാസമന്യേ ആ ശുശ്രൂഷകളിൽ ആ പാപബോധം പരിശുദ്ധാത്മാവ് തരുന്നു എന്നുള്ളതിൽ അതിയായിട്ട് സന്തോഷിക്കുകയാണ്. അന്ന് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം തന്നെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നത് പോലെ ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു സൈനികനെ നമ്മുടെ രാജ്യം കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ അവനെ ഒരു ട്രെയിനിങ് പീരീഡിലൂടെ കടത്തിവിടും. പുലർച്ചെ എഴുന്നേൽക്കേണ്ടി വരും, കിലോമീറ്ററുകൾ ഓടേണ്ടി വരും, ഭാരമേറിയ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കുനിഞ്ഞും പൊങ്ങിയും ചാടിയും ഒക്കെ നടക്കേണ്ടി വരും. ആ ഒരു സമയത്ത് അദ്ദേഹം ചോദിക്കും, എന്നെ എന്തിനാണ് ഇത്രയും കഠിനമായ പരിശോധനകളിലൂടെ കടത്തിവിടുന്നത്? അപ്പോൾ ആ രാജ്യം പറയുന്നൊരു ഉത്തരവുണ്ട്, നിന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു യുദ്ധമുഖത്തേക്ക് വിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നീ ഫിസിക്കലി ഫിറ്റായിരിക്കണം, വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്താൽ പണിയപ്പെടുന്നവരായിട്ട് മാറണം. അതാണ് ഈ സന്ദേശങ്ങളുടെ എല്ലാം ഉള്ളടക്കം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ആ ദൈവവചന ഭാഗത്തിലേക്ക് വരാം. പഴയ നിയമത്തിലെ 12 ചെറിയ പ്രവാചകന്മാരും 4 വലിയ പ്രവാചകന്മാരും ഉണ്ട്. ഈ 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് യോന പ്രവാചകൻ. 4 അധ്യായം മാത്രമേ ആ പുസ്തകത്തിലുള്ളൂ. 4-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. യോനായെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ യോനായെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മളെയും സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു വേദഭാഗം എന്ന് പറയുന്നത് 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ 6-7 വാക്യങ്ങളാണ്. ആ വാക്യം ഇങ്ങനെയാണ്, യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും ഇവൻ്റെ സങ്കടം ഒന്ന് മാറ്റണം. അപ്പം നമ്മുടെ ചില സങ്കടങ്ങൾ മാറ്റാൻ, നമ്മുടെ ചില മനോഭാവങ്ങൾ മാറ്റാൻ ദൈവം ചില സങ്കടങ്ങൾ അനുവദിക്കും, ഇല്ലേ? യോനയുടെ സങ്കടത്തിൽ നിന്ന് മാറ്റാൻ ദൈവം ഒരു സന്തോഷം കൊണ്ടുവന്ന് ആ സന്തോഷത്തെ ഇല്ലാതാക്കി കളഞ്ഞു. നമ്മൾ പല സമയങ്ങളിലും ജീവിതത്തിൽ ചിലർ പെട്ടെന്ന് സന്തോഷിക്കുന്നവരും പെട്ടെന്ന് കോപിക്കുന്നവരുമാണ്. ഇവിടെ യോന ആ പട്ടണത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാനായിട്ട് അദ്ദേഹം ആ പട്ടണത്തിൻ്റെ ഒരു ഭാഗത്ത് മാറി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ 3 സ്വഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഒന്ന്, യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, ഇഷ്ടക്കേടുകളാണ്. ഈ ചിലർ പെട്ടെന്ന് ഇണങ്ങും, പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് സ്നേഹിക്കുമ്പം പെട്ടെന്ന് സ്നേഹിക്കും, പിണങ്ങുമ്പം പെട്ടെന്ന് പിണങ്ങും. ഇത് ദൈവത്തോടാണ് കയറി പിണങ്ങിയത്, ഇതങ്ങ് ഇഷ്ടമല്ലാതായി, ഇല്ലേ? നമ്മുടെ ഈ സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളൊരു പക്വതയിലേക്ക് എത്തണം എന്നുള്ളതാണ്. എന്തായിരുന്നു ഇഷ്ടക്കേടെന്ന് പറയുന്നത് പറഞ്ഞ ദൂത് സംഭവിച്ചില്ല, അതാണ് ഇഷ്ടക്കേട്. യോനയുടെ ആ ഒരു സ്വാർത്ഥ ചിന്ത, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ദൂത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല,
ആ ജനം മാനസാന്തരപ്പെട്ടു. ദൈവം ആരും നശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും മടങ്ങി വരുവാൻ പിന്നെയും 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 ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ നശിച്ചു കാണാനുള്ള ഒരു ഹൃദയം നമുക്കൊരിക്കലും ഉണ്ടാകരുത്. ഒരുപക്ഷെ നമുക്കെതിരെ പ്രവർത്തിച്ചവരാകാം, അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞവരാകാം, നമ്മൾ പറഞ്ഞത് കേൾക്കാത്തവരാകാം, പാപം ചെയ്തവരാകാം. പക്ഷേ ഈ പരീശ ചിന്താഗതികളെല്ലാം മാറ്റി പാപത്തോടല്ല, ആ പാപിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് സ്നേഹിക്കാൻ, കർത്താവിൽ ഒന്ന് സ്നേഹിക്കാൻ. കാരണം സ്നേഹവാനായ ദൈവം എപ്പോഴും ഒരാൾ മടങ്ങി വരണമെന്ന് പറഞ്ഞ് ദൈവം ആഗ്രഹിക്കണം. ഞാനും നിങ്ങളും എല്ലാം. ദൈവം നമ്മളെയൊക്കെ നശിപ്പിക്കാനായിരുന്നെങ്കിൽ എന്നേ ദൈവം നമ്മളെ നശിപ്പിച്ചു കളയുമായിരുന്നു, ഇല്ലേ? പക്ഷേ വീണ്ടും ദൈവം നമുക്ക് അവസരം തരികയാണ്. പക്ഷെ ദൈവം തരുന്ന അവസരങ്ങളെ പാപം ചെയ്യാനായിട്ടുള്ള ലൈസൻസായിട്ട് എടുക്കാതെ മടങ്ങി വരാനായിട്ട് ദൈവം നമുക്ക് അവസരം തരികയാണ്. ദൈവസ്നേഹം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ബോധിച്ചവരെ ശിക്ഷിക്കുന്നു. പക്ഷേ നാമോ അവിടുത്തെ വിശുദ്ധി പ്രാപിക്കാൻ നമ്മുടെ ഗുണത്തിനായിട്ട് നമ്മളെ ശിക്ഷിക്കുന്നു. അപ്പം ഈ ഒരു അനിഷ്ടം എന്ന് പറയുന്ന ഈ സ്വഭാവം. രണ്ടാമത്തേത്, യോനയ്ക്ക് കോപം വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ കോപമാണോ? അല്ല. ദൈവത്തോട് പോലും കോപിച്ചു. ദൈവം യോനയോട് ചോദിച്ചു, നീ കോപിക്കുന്നത് വിഹിതമാണോ? 9-ാമത്തെ വാക്യത്തിലാണ്. അപ്പം യോന ദൈവത്തോട് പറയുകയാണ്, ഞാൻ മരണപര്യന്തം കോപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് മാറ്റം ഉണ്ടാകണം. പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവങ്ങൾ, കോപ സ്വഭാവങ്ങൾ, അതെത്രത്തോളം പാപകാരണമാണെന്ന് ഇതിനു മുമ്പ് പല തിരുവചന സന്ദേശങ്ങളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ കോപ സ്വഭാവങ്ങളെ പിശാച് ഒരു നല്ല ഉപകരണമായിട്ട് കയ്യിലെടുക്കാൻ സാധ്യതയുണ്ട്. സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പ്രാപിച്ചതുപോലും താഴെ വന്നപ്പം എറിഞ്ഞ് ഉടച്ചു കളഞ്ഞത് മോശയുടെ നിയന്ത്രണം വിട്ടതുകൊണ്ടാണ്. പക്ഷെ വീണ്ടും തനിക്ക് പർവ്വതത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ദൈവം പറയുന്നത് കേൾക്കേണ്ടതായിട്ടൊക്കെ വന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. അതായത് ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും തരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിരന്തരമായി കോപവും കലഹവും പിണക്കവും ഒക്കെ ആണെങ്കിൽ ഒരിക്കലും ദൈവത്തിന് തൻ്റെ പൂർണ്ണതയിൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കഴിയില്ല. ഇനിയും ഞാൻ ദീർഘവർഷങ്ങളിലെ ശുശ്രൂഷകളിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ പൈശാചികമായ മേഖലകളുടെ ഏറ്റവും വലിയൊരു അടയാളം നിരന്തരമായ കുടുംബകലഹവും വഴക്കും പ്രശ്നങ്ങളും അസമാധാനങ്ങളും ഒക്കെയാണ്. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവ് ശാന്തതയുടെ ആത്മാവാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണ്. കോപം നല്ലൊരു വികാരമാണ്. നമ്മുടെ അനിഷ്ടങ്ങളെ പ്രകടിപ്പിക്കാനും ഒക്കെ ദൈവം തന്നൊരു വികാരമാണ്. പക്ഷേ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ ഇവിടെ ദൈവത്തിന് നേരെ കയറി കോപിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി ഞാൻ ഈ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യോന പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുമോ? കേൾക്കത്തില്ല. ഇവിടെ യോന കോപിച്ചിട്ട് അനിഷ്ടം ഉണ്ടായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ചിലരങ്ങനാണല്ലോ. എന്നാ ചെയ്താൽ, ഇന്നാൾ ഒരാൾ പറഞ്ഞു, പകൽ മൊത്തം ചീത്തവിളിയാണ്, രാത്രി ശക്തമായ കുടുംബ പ്രാർത്ഥനയാണ്. ഒരാഴ്ച എല്ലാവരോടും വഴക്കുണ്ടാക്കും, ഞായറാഴ്ച വന്ന് കയ്യും കൊട്ടിപ്പാടി ദൈവത്തെ ആരാധിക്കും. ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെ തന്നെ, എന്നെയും നിങ്ങളെയും എല്ലാം വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരിശോധിക്കുകയാണ്. യോനയ്ക്ക് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചത് കോപത്തോടുകൂടിയുള്ളൊരു പ്രാർത്ഥനയില്ലേ? അങ്ങനെ ഒരു പ്രാർത്ഥന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തുവാ പ്രാർത്ഥന? അയ്യോ യഹോവേ, ഞാൻ ദേശത്തായിരുന്നപ്പോൾ പറഞ്ഞ വാക്കിതല്ലേ, അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനാണ് അവിടുന്ന്. അടുത്തത്, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഈ ചിലരിങ്ങനെയാണ്. അവരെപ്പോഴും മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അവർ മരണത്തെ ഇഷ്ടപ്പെടുകയാണ്. എനിക്ക് മരിക്കണം, പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ എന്നെ അങ്ങ് എടുത്തോണം. ഒന്നല്ല, 2 പ്രാവശ്യം പറയുന്നുണ്ട്. 4:3 എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞു. അടുത്തത് 4:10, 4:9, 10 ആ വാക്യങ്ങളിൽ, 8, 9, 10 ആ വാക്യങ്ങളിൽ ഒരു സങ്കടം വന്നപ്പം
ഞാൻ മരിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളുടെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു മണ്ണാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ എപ്പോഴും മരിക്കണമെന്നുള്ളൊരു ചിന്ത, അതൊന്നും ദൈവികമല്ല. അതും ദൈവഹിതത്തിനെതിരെയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരിക്കാൻ വേണ്ടിയല്ല. മരിക്കാനായിരുന്നെങ്കിൽ എന്നേ തീർന്നു പോയ നിയമമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ. ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാകാം. പക്ഷെ ഇന്നും ആയുസ്സോടെ ദൈവം നമ്മളെ ശേഷിപ്പിച്ചിരിക്കുമ്പം മരിക്കാൻ ആഗ്രഹിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. ഓക്കെ, മരണത്തിനപ്പുറം നമുക്ക് ശ്രേഷ്ഠകരമായൊരു പ്രത്യാശയുണ്ട്, നിത്യതയുടെ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്, അത് സത്യമാണ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മരിക്കണം എന്നുള്ളൊരു ചിന്തയല്ല. എനിക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റും, ദൈവം എന്നെ ആക്കിയിരിക്കുന്നിടത്ത് ഒരു നല്ല ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എനിക്കെങ്ങനെ തുടരാൻ പറ്റും, അതിനെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയുക. മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ വിചാരിക്കും നമ്മൾ എങ്ങനെയും പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും കേൾക്കും. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു കേട്ടോ. എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ജീവനെ എടുക്കാനല്ല, ചില തിരിച്ചറിവുകൾ കൊടുക്കാനാണ് ദൈവം ശ്രദ്ധിച്ചത്. പല സമയത്തും നമ്മുടെ പരിജ്ഞാനമില്ലാത്ത പ്രാർത്ഥനകൾ. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഒരാൾ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചപ്പം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്: ദൈവമേ, സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ, ബാക്കി മറന്നുപോയി. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ, മറന്നുപോയി. ഒടുവിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ, എന്തുമായാലും. ഇതൊക്കെയാണ് പരിജ്ഞാനമില്ലാത്ത പ്രാർത്ഥനകൾ. ഇവിടെ യോന കോപം വന്നപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഡയറക്റ്റ്ലി മറുപടി കൊടുക്കുന്നില്ല, ഇൻഡയറക്റ്റ്ലി മറുപടി കൊടുത്തു. എന്ത് ചെയ്തു? ഈ സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ മറ്റൊരു സങ്കടം ദൈവം തന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചില നഷ്ടങ്ങൾ, ഇന്നത്തെ ചില വേദനകൾ നമ്മളെ ചിലത് പഠിപ്പിക്കാനാകാം. നമ്മൾ കരുതിക്കൂട്ടി, നമ്മൾ പ്രതീക്ഷയോടെ ചെയ്തു വന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൽ നിന്ന് ദൈവം ചിലത് നമ്മളെ പഠിപ്പിക്കാനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഒരു പ്രത്യേക സ്ഥലത്ത് ആ പട്ടണത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഈ പട്ടണത്തിന് എന്ത് വരുമെന്ന് അറിയാനായിട്ട് നോക്കിയിരുന്നപ്പോൾ ദൂതും ആലോചനകളും ഒന്നും പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ തലയെ കയറാത്തത് കൊണ്ട് അനുഭവത്തിലൂടെ ദൈവം നടത്താൻ തീരുമാനിച്ചു. ചിലപ്പോൾ നമ്മളും അങ്ങനെയാണല്ലോ. ദൈവം നമ്മളോട് എത്ര പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കത്തില്ല. അപ്പോൾ ദൈവം എന്താ പിന്നെ ചെയ്യുന്നത്? അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നു. ജീവിതാനുഭവങ്ങളിലൂടെ ചിലത് തരുന്നു, പെട്ടെന്നത് തിരിച്ചെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ കുറച്ച് നാളുകളായി മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവവചന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ആരെയും കാണാതെ ഒരു ഡിവൈസിലേക്ക് നോക്കിക്കൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. പക്ഷേ പല സമയങ്ങളിലും ചില ദൈവവചന ശുശ്രൂഷയുടെ സമയങ്ങളിൽ വളരെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഇത് ആരോടൊക്കെയോ ദൈവം ഇടപെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചിലത് ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വരുന്നു, ചിലത് ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പെട്ടെന്ന് കടന്നു വരുന്ന ചിലത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഒറ്റ കാരണം മാത്രമാണ്. ദൈവം ചിലത് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു, നോക്കിയിരിക്കുമ്പോൾ ചിലത് ഒരാവണക്ക് അതിവേഗത്തിൽ മുളച്ച് തൻ്റെ തലയുടെ മുകളിലേക്ക് പൊങ്ങി. ഭയങ്കര സന്തോഷം തോന്നി. ജീവിതത്തിൽ ചിലപ്പോഴങ്ങനെയാണ്, നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം അവിടെ ഇരുന്നപ്പം എന്താ സംഭവിച്ചത്? ഒരു പുഴുവിനെ ദൈവം അവിടേക്ക് അയച്ചു. ആ പുഴുവിനെ ദൈവത്തിന് സ്തോത്രം ആവണക്കിലേക്ക് ആക്കുന്നു. ആ പുഴുവായ ഇല മുഴുവനും തിന്നുകളയുന്നു. അപ്പം ഈ പ്രകൃതിയും ഈ തിമിംഗലവും കാറ്റും കോളും സസ്യങ്ങളും പുഴുവും എല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ദൈവമറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
പെട്ടെന്നുണ്ടായ ചില സന്തോഷം ഇല്ലേ, വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച ചില കാര്യങ്ങൾ, പക്ഷേ അപ്രതീക്ഷിതമായ ചില തകർച്ചകൾ, അപ്രതീക്ഷിതമായ ചില വേദനകൾ. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പിശാചല്ല ഇവിടെ കാരണക്കാരൻ, ദൈവം തന്നെയാണ്. പിറ്റേ ദിവസം അത് ആവണക്ക് പോയി എന്നു മാത്രമല്ല, ഇതുവരെ അടിക്കാത്ത ഭയങ്കരമായൊരു കിഴക്കൻ കാറ്റ്. ആ കിഴക്കൻ കാറ്റെന്ന് പറയുന്നത് അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ് യഹോവ കൽപ്പിച്ചു വരുത്തി. കണ്ടോ, ഇതുവരെ അങ്ങനെ ഒരു കാറ്റടിച്ചിട്ടില്ല, പക്ഷെ ഇതുവരെ അടിക്കാത്ത. അപ്പം നമ്മൾ ചിന്തിക്കുക, ദൈവമേ എല്ലാം തകർന്നല്ലോ, എല്ലാം പോയല്ലോ, ഇന്നലെ രാവിലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഈ തണലിൽ ഞാൻ ഇരുന്നായിരുന്നല്ലോ, പക്ഷെ പെട്ടെന്നൊരു നന്മയുണ്ടാകുന്നു, ആ നന്മ നഷ്ടപ്പെടുന്നു. ചില കാറ്റുകൾ വരുന്നു, എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അടുപ്പിക്കുന്ന കാറ്റും പിശാച് അടുപ്പിക്കുന്ന കാറ്റുമുണ്ട്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങൾ എപ്പോഴെങ്കിലും പറയാം. പിശാച് അടുപ്പിച്ച, അതും ഒരു കാറ്റടുപ്പിച്ച് യോബിൻ്റെ മക്കളെല്ലാം മരിക്കത്തക്ക നിലയിൽ, സമ്പത്തും വസ്തുവകകളും നഷ്ടപ്പെട്ടു പോകത്തക്ക നിലയിൽ അടിച്ച ചില കാറ്റ്. യേശുവിനെയും ശിഷ്യന്മാരെയും ഗനസരേത്ത് തടാകത്തിൽ മുക്കിക്കളയാനായിട്ട് അടിച്ച കാറ്റ്. ഈ കാറ്റിനെ യേശു ശാസിച്ചു. പക്ഷേ എല്ലാ കാറ്റിനെയും ശാസിക്കുകയല്ല. ചിലത് ശാസിച്ചിട്ടും പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കാറ്റ് ദൈവം നമ്മുടെ ജീവിതത്തിന് നേരെ അടുപ്പിക്കുന്ന ചില കാറ്റുകളാണ്. അത്യുഷ്ണമായൊരു കാറ്റടിച്ചപ്പോൾ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഭാവനയെ ഞാൻ കാണുകയാണ്. വിയർത്ത് കുളിച്ച് വെന്തുരുകി ആ പട്ടണത്തിൻ്റെ സൈഡിലിരിക്കുമ്പോഴും ചിന്താഗതി ഒന്ന് മാറ്റാൻ തയ്യാറായിരുന്നെങ്കിൽ ഇനിയും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഈ ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച്, കർത്താവേ, ചില നഷ്ടങ്ങളും സങ്കടങ്ങളും കഷ്ടതകളും എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനല്ല, എന്നെ പണിയാനുള്ളതാണ്, എന്നെ ഒരുക്കാനുള്ളതാണ്, ഞാൻ ദൈവത്തിന് ഉപകാരമായി തീരാനുള്ളതാണ്. അതിനാണ് ദൈവം ഇത് ചെയ്യുന്നത്. സങ്കടത്തിൽ നിന്ന് വിടുവിക്കാൻ. കണ്ടോ, ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവം, നല്ലവനായ ദൈവം, സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ മറ്റൊരു സങ്കടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില നിമിഷങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ ഞാനൊന്ന് യാത്ര ചെയ്തു. നിരവധി വർഷങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ ദൈവവചനം പ്രസംഗിക്കുന്നത് മുന്നിൽ കാണുമ്പോഴും ഒരുപാട് സങ്കടങ്ങളിലും ഒരുപാട് വേദനകളിലും ഒരുപാട് പ്രയാസങ്ങളിലും കടന്നു പോയിട്ടുണ്ട്. ആരോടും പറയാത്ത സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾ, പെട്ടെന്ന് വന്ന ചില ഉറവകൾ നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയത്. അതെന്തിനാ? നമ്മളെ പണിയാനാണ്, നമ്മളെ ഒരുക്കിയെടുക്കാനാണ്, നമ്മളെ ശുദ്ധീകരിക്കാനാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടാണ്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഇതെല്ലാം ദൈവം ചെയ്തിട്ടും യോനായ്ക്ക് ഒരു മടങ്ങിവരവുണ്ടായില്ല. ദൈവത്തോട് കോപിച്ചിട്ട് പറയുക, ഞാൻ മരണപര്യന്തം കോപിക്കും. അതായത് എൻ്റെ സ്വഭാവം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, യോനായുടെ ഈ സ്വഭാവം മാറില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നോ? തീർച്ചയായിട്ടും അറിയാം. ദീർഘദർശിയായ ദൈവം, അതെ, ആ നിത്യനായ ദൈവം നന്നായി യോനായുടെ സ്വഭാവത്തെയും ഇത് മാറത്തില്ലെന്നും അറിഞ്ഞ ദൈവം അവസരങ്ങൾ മുമ്പിൽ വെച്ച് കൊടുത്തു, മടങ്ങി വരുവാനുള്ള സാധ്യതകൾ മുമ്പിൽ വെച്ച് കൊടുത്തു. എന്തിനാ? നാളെ പറയരുത് എനിക്കൊരവസരം കിട്ടിയില്ല, എനിക്കൊരു മടങ്ങി വരവിനുള്ള സാധ്യത തന്നില്ലെന്ന് നാളെ പറയരുത്. ഇന്ന് തരുന്ന പലതും ദൈവം നമുക്ക് മടങ്ങി വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ദൈവം നമുക്ക് തരികയാണ്. നമ്മുടെ നഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ വേദനകളിൽ നിന്നും നമ്മളെ ചിലത് പഠിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് തരികയാണ്. ആ സമയത്ത് മടങ്ങി വരുന്നവർ രക്ഷപ്പെടും. മടങ്ങി വരാത്തവർ അവരുടെ ഭാവി എന്തായിത്തീരുമെന്നറിയില്ല. പക്ഷെ പിന്നീട് യോനായും ദൈവം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ ഒരു ഫ്രെയിമിൽ ഈ ശക്തനായ പ്രവാചകനായ ഒരു ശുശ്രൂഷകനെ കാണുന്നില്ല. ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ വചനത്തെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഓരോ മെസ്സേജുകളും കേൾക്കുന്നതെന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം ഈ ചാനലിലേക്ക് പോലും കൊണ്ടുവരുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ.
കർത്താവേ, അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ അകത്ത് കൊണ്ടുവരണമേ. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് ഞങ്ങളൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ ഒരു ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ അത് നല്ല നല്ല ഹൃദയമുള്ളവർ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ. സത്യമാണ്. കാരണം ഇത് വെറും വിടുതലോ അനുഗ്രഹമോ എങ്ങനെയും ജീവിക്കാനുള്ളതല്ല. ഇതെല്ലാം കറക്ഷൻസാണ്, ഇല്ലേ? എന്തിനാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യാറുണ്ട്? എന്തിനാ? ഒരു പക്ഷേ സ്നേഹത്തെക്കാൾ കൂടുതൽ കറക്ഷൻസാണ്. ഞാനൊരപ്പനായപ്പോഴാണ്, ഞാൻ 2 കുഞ്ഞുങ്ങളുടെ ഒരു അപ്പനായപ്പോഴാണ് എന്നെ പണ്ട് എൻ്റെ മാതാപിതാക്കൾ കറക്റ്റ് ചെയ്തതിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അവരെന്നെ കറക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഏത് നിലയിൽ നമ്മൾ എത്തിയേനേമായിരുന്നു. എന്തിനാ ഒരു സ്നേഹമുള്ള പിതാവ് വാത്സല്യത്തോടെ മോനെ ശിക്ഷിക്കുന്നത്? എനിക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു. എന്തിനാ? ഞാൻ ഈ റോഡിൽ കൂടെ പോകുന്നവരെ കറക്റ്റ് ചെയ്യത്തില്ല. കറക്റ്റ് ചെയ്യൂ, നിങ്ങളാരെങ്കിലും കറക്റ്റ് ചെയ്യൂ. നമ്മൾ ഈ വണ്ടി ഓടിച്ച ടൗണിലൂടെ ഏതെങ്കിലും സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ കള്ളു പിടിച്ച്, കഞ്ചാവ് പിടിച്ച്, ചീത്തയും വിളിച്ച്, തെറി. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എന്തൊരു തെറിയാണ് പറയുന്നത്. നമുക്ക് കുടുംബത്തോടു കൂടെ പോയി നിൽക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ള അസഭ്യ വർഷങ്ങൾ. നമ്മൾ പോയി അവരോട് പറയുമോ ഇങ്ങനൊന്നും പറയരുത്? നമ്മൾ പറയത്തില്ല. കാരണം പറഞ്ഞാൽ ചിലപ്പം അടുത്തത് പറയാൻ നമ്മളവിടെ കാണത്തില്ല. അതേ രീതിയിലുള്ള സ്വഭാവക്കാരാണ് ഇപ്പോഴത്തെ പലരും. നമ്മളത് പറയത്തില്ല, പക്ഷെ നമ്മൾ പറയും. ആരോട് പറയും? നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളോട് പറയും. എന്തിനാ മക്കളോടത് പറയുന്നത്? അവർ നന്നായി വരാനാ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. 3 സ്വഭാവങ്ങൾ: കോപ സ്വഭാവം, അനിഷ്ടം, അടുത്തത് മരിക്കാനായിട്ടുള്ള ആഗ്രഹം. ഈ 3 കാര്യം കറക്റ്റ് ചെയ്യാൻ ദൈവം അവസരം കൊടുത്തു. പക്ഷെ മടങ്ങി വരാൻ തനിക്ക് കഴിഞ്ഞില്ല. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കലാണ്. എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ജീവിതത്തിൽ മടങ്ങി വരാനുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ അതിലേക്ക് മടക്കി വരുത്തട്ടെ. കർത്താവിൻ്റെ വിശുദ്ധിയിൽ തികഞ്ഞു വരുവാൻ, നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം കൃപ നൽകി തരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ ശാസനയും ശിക്ഷയും ഞങ്ങളെ തകർക്കാനല്ല, ഞങ്ങളെ പണിയാനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങേക്ക് പ്രിയപ്പെട്ടവരെയാണ് അവിടുന്ന് ഒരുക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഞങ്ങളെ ചിലത് പഠിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കൊക്കെ കൃപ നൽകണം, ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ദയ തോന്നി ഉത്തരമരുളണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.